മൈസൂരിൽ പട്ടാപ്പകൽ വൻ കവർച്ച. ഹുൻസൂർ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ജ്വല്ലറിയിലാണ് മോഷണം നടന്നത്. 4.5 കോടി രൂപയുടെ സ്വർണ്ണ വജ്രാഭരണങ്ങൾ കൊള്ളയടിച്ചു. 5-അംഗ സംഘം മോഷണം നടത്തിയത് തോക്ക് ചൂണ്ടിയാണ്. സായ്കുമാർ നൽകും വിശദാംശങ്ങൾ. സായ്കുമാർ, എന്തായാലും CCTVയിൽ ഉൾപ്പെടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടോ? അത്തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ടോ? ഈ പ്രതികൾ ആരൊക്കെയാണ് എന്ന തരത്തിലുള്ള എന്തെങ്കിലും സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? സായ്, ആര്യ, ഈ പ്രതികളെ കുറിച്ച് അന്വേഷിക്കാൻ ഇപ്പോൾ വലിയ ഒരു അന്വേഷണ സംഘത്തെ തന്നെ പോലീസ് നിയോഗിക്കുകയും മൈസൂരിലാകെ ഇപ്പോൾ ആ പരിശോധന നടക്കുകയും ചെയ്യുന്നു. എന്തായാലും ഒരു സിനിമാ സ്റ്റൈൽ മോഷണം തന്നെയാണ് നടന്നത്. 5 പേരടങ്ങുന്ന സംഘം 2 ബൈക്കുകളിലായി ഇവിടെ ജ്വല്ലറിയിലേക്ക് എത്തുന്നു. വെറും 9 മിനിറ്റ് കൊണ്ടാണ് ഈ കവർച്ച. അവർ വളരെ പെട്ടെന്ന് തന്നെ അവിടെയുള്ള ജീവനക്കാരെ ഗൺ പോയിന്റിൽ നിർത്തിക്കൊണ്ടാണ് ഈ കവർച്ച നടക്കുന്നത്. 5 പേരിൽ ഒരാൾ ഗൺ പോയിന്റിൽ നിർത്തുന്നു. ബാക്കി 4 പേർ വളരെ വേഗത്തിൽ ഈ ആഭരണങ്ങൾ കൈക്കലാക്കുന്നു. വെറും 9 മിനിറ്റ് കൊണ്ട് ഈ ആഭരണങ്ങൾ കൈക്കലാക്കി അവർ മടങ്ങുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 1:30-നും 2 മണിക്കും ഇടയിലാണ് ഈ ഒരു വൻ കവർച്ച നടന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. മൈസൂരിലെ ഹുൻസൂർ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ജ്വല്ലറി, ഈ വർഷം ഏപ്രിലിൽ ആരംഭിച്ച ജ്വല്ലറിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ധാരാളം സ്വർണ്ണാഭരണങ്ങൾ, പുതിയ മോഡൽ അടക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഉച്ചയ്ക്ക് 1:30 എന്ന് പറയുന്നത് ഏകദേശം 10 ജീവനക്കാരാണ് ആ ജ്വല്ലറിയിൽ ഉണ്ടായിരുന്നത്. അതിൽ പകുതി പേർ കഴിക്കാൻ പോയൊരു സമയമായിരുന്നു. സുരക്ഷാ ജീവനക്കാർ പകൽ സമയത്ത് ഈ ജ്വല്ലറിയിൽ ഉണ്ടായിരുന്നില്ല എന്നുകൂടി അറിയണം. അതായത് നേരത്തെ തന്നെ ഈ സ്ഥലവും അവിടെയുള്ള സാഹചര്യവും ഒക്കെ മനസ്സിലാക്കി ഈ സമയത്ത് ആളുകൾ ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് നടത്തിയിട്ടുള്ള ഒരു കവർച്ചയാണ്. ഈ കവർച്ചയുമായി കടന്നു കളയുന്ന സമയത്ത് ഒരാൾ ആകാശത്തേക്ക് വെടിയുതിർക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അതിലെ ഒരു മോഷ്ടാവ് ഒരു ഹെൽമെറ്റ് ആ ജ്വല്ലറിയിൽ വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നത്. വിശദമായിട്ടുള്ള അന്വേഷണം തന്നെ നടത്തുന്നത്. ഇവർ പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള വാഹന പരിശോധനയും ഒക്കെ ഇപ്പോൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ആര്യ, വിശദമായ പരിശോധന നടത്തുകയാണ്. പ്രതികൾക്കായി സായ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.